കേരള ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൻ്റെ ശോഭ കെടുത്തി പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വോട്ടർമാരിൽ ഒരാൾക്ക് നൽകിയത് 5000 വരെ, മരണവീടുകളിൽ 25,000 വരെ നൽകിയതായി UDF പ്രവർത്തകർ പറയുന്നു. അമ്പലങ്ങളിൽ 50,000 രൂപ വരെ നൽകി. പ്രദേശത്തെ പ്രവർത്തകരല്ല ശോഭാ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നത്. കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്തപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ പിടിയിലായത്. സാരിയും 1000 രൂപയും മണ്ഡലത്തിലുടനീളം വിതരണം ചെയ്തുവെന്ന് പാവങ്ങൾക്ക് വിതരണം ചെയ്തുവെന്ന് UDF പ്രവർത്തകർ പറയുന്നു. കണ്ണാടി പഞ്ചായത്തിൽ പണം 5000 രൂപ ഒരു വൃദ്ധയ്ക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ വീഡിയോ പകർത്തിയവരുടെ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നായിരുന്നു ശോഭയുടെ ഭീഷണി. നിങ്ങൾ ആരാണ് ഫോട്ടോ എടുക്കാനെന്ന് ചോദിച്ചുകൊണ്ട് പ്രകോപനപരമായാണ് ശോഭാ സുരേന്ദ്രൻ പെരുമാറിയത് എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. എന്നാൽ അപ്പോഴേക്കും പണം കൈമാറുന്ന ദൃശ്യം പകർത്തി കഴിഞ്ഞു. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി തന്നെ പണം വിതരണം ചെയ്യുന്ന സമ്പ്രദായം ആദ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. നിശബ്ദ പ്രചരണ ദിവസമായ ഇന്നലെ രാവിലെ മുതൽ ശോഭാ സുരേന്ദ്രൻ പാവപ്പെട്ടവരുടെ വീട്ടിലെത്തി 1000 രൂപയും സാരിയും കൈമാറുകയായിരുന്നു. അല്ലാത്തവർക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുന്നവർക്ക് 5000 രൂപ വരെ കൈമാറി. മരണവീടുകളിൽ 25,000 രൂപ വരെ കൈമാറി. അമ്പലങ്ങൾക്ക് 50,000 രൂപ വരെ കൈമാറി. മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തക്കതായ നടപടിയെടുക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ചെയ്ത പരിപാടി വളരെ തരംതാണ പരിപാടിയായിപ്പോയി. ശോഭാ സുരേന്ദ്രൻ്റെ കള്ളം കയ്യോടുകൂടി പിടിക്കപ്പെടുകയായിരുന്നു. ഇനി ജയിച്ചാലും ശോഭാ സുരേന്ദ്രൻ കുറേ കാലം കോടതി കയറി ഇറങ്ങും. ശോഭാ സുരേന്ദ്രനെ അയോഗ്യയാക്കാൻ വേണ്ട തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥി പണം കൈമാറുന്നത്. കയ്യോടെ പിടികൂടുന്നത്. ശോഭാ സുരേന്ദ്രൻ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും ശോഭാ സുരേന്ദ്രൻ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചത് പണം നൽകിയാണോ എന്ന വിവാദം ഇപ്പോൾ ഉയരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ ഈ നടപടിയിൽ BJPയും വലിയ പ്രതികരണമൊന്നും കാണിച്ചിട്ടില്ല. BJP അർത്ഥഗർഭമായ മൗനത്തിലാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മുതൽ തന്നെ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കാരണം നിരവധി തെരഞ്ഞെടുപ്പുകൾ കപ്പനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട പാരമ്പര്യം ശോഭാ സുരേന്ദ്രന് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായി ശോഭാ സുരേന്ദ്രൻ കാണുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രന് പിടി വീണിരിക്കുന്നു. UDF പ്രവർത്തകരുടെ ജാഗ്രതയാണ് കണ്ണാടി പഞ്ചായത്തിൽ വെച്ച് പണം കൈമാറുന്നതിനിടെ ശോഭാ സുരേന്ദ്രനെ പിടികൂടാൻ കാരണമായത്. ശോഭാ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നത് വെള്ള സാരി ധരിച്ച ഒരു യുവതിയായിരുന്നു. അവർ ആ മണ്ഡലത്തിലുള്ളതല്ല എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. മുമ്പും പല വിധത്തിലുള്ള പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ്റെ ഓഡിയോകൾ പ്രചരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വിദഗ്ധമായി ഒഴിഞ്ഞു മാറാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ശോഭ പെട്ടു എന്ന് തന്നെ പറയാം. ശോഭാ സുരേന്ദ്രൻ BJPയുടെ തീപ്പൊരി നേതാവാണ്. നല്ല പ്രാസംഗികയാണ്. ഒരുപാട് ആരാധകരുള്ള BJPയിൽ ഒരുപാട് ആരാധകരുള്ള വനിതാ നേതാവാണ്. ആ ശോഭാ സുരേന്ദ്രനാണ് തരംതാണ ഈ കളി ജയിക്കാൻ വേണ്ടി കളിച്ചത്. അത് UDF പ്രവർത്തകർ കയ്യോടെ പൊക്കിയതോടുകൂടി ശോഭാ സുരേന്ദ്രൻ ആപ്പിലായിരിക്കുകയാണ്.
ശോഭാ സുരേന്ദ്രന് മേൽ ഇനി എന്തൊക്കെ നടപടികൾ വരുമെന്ന് കാത്തിരുന്ന് കാണാം.